തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ ടൗണുകളെക്കുറിച്ചാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. തൃശ്ശൂർ സിറ്റീനെ നമ്മൾ ഈ റാങ്കിങ്ങിൽ പരിഗണിച്ചിട്ടില്ല. തൃശ്ശൂർ ജില്ലയിലെ മറ്റുള്ള എല്ലാ മുനിസിപ്പൽ ടൗണുകളെയുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഓരോ ടൗണുകളിലെയും പല ഫാക്ടേഴ്സ് നമ്മൾ പരിശോധിച്ചിട്ടാണ് ഈ റാങ്കിങ് തയ്യാറാക്കിയിട്ടുള്ളത്. അതായത് പോപ്പുലേഷൻ, ഏരിയ, ഇൻഫ്രാസ്ട്രക്ചർ, അങ്ങനെ എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. 7ാം സ്ഥാനത്ത് വരുന്നത് ചാവക്കാട് ടൗണാണ്. ചാവക്കാട് ടൗണാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഇപ്പോൾ ചാവക്കാട്ടത്തെ പോപ്പുലേഷൻ 54,000 ആണ്. 12.41 സ്ക്വയർ കിലോമീറ്ററാണ് ചാവക്കാടിൻ്റെ വിസ്തൃതി. NH 66 കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട ടൗണാണ് ചാവക്കാട്. ഇൻഫ്ര നോക്കുകയാണെങ്കിൽ ഏകദേശം 14ഓളം പബ്ലിക് ബിൽഡിങ്സ് ചാവക്കാടുണ്ട്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുണ്ട്. പിന്നെ ഒരുപാട് പ്രൈവറ്റ് KSRTC ബസ്സുകൾ സർവീസ് നടത്തുന്ന ഒരു ടൗണാണ് ചാവക്കാട്. പിന്നെ ഹെൽത്ത് കെയർ ആയാലും കൊമേഴ്സ്യൽ പ്രസൻസ് ആയാലും ഒക്കെ ചാവക്കാട് നല്ലൊരു ടൗൺ തന്നെയാണ്. തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ പട്ടണങ്ങളിൽ 6ാം സ്ഥാനത്ത് വരുന്നത് വടക്കാഞ്ചേരിയാണ്. വടക്കാഞ്ചേരി ടൗണാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വടക്കാഞ്ചേരിയിൽ ഏകദേശം ജനസംഖ്യ എന്ന് പറയുന്നത് 22,700 ആണ്. 14.41 സ്ക്വയർ കിലോമീറ്ററാണ് വടക്കാഞ്ചേരിയുടെ വിസ്തൃതി. 4 സ്റ്റേറ്റ് ഹൈവേയുടെ പ്രസൻസ് ഉള്ള ഒരു ടൗൺ കൂടിയാണ് വടക്കാഞ്ചേരി. തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള മുനിസിപ്പൽ ടൗൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വടക്കാഞ്ചേരി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത്രയും മനോഹരമായാണ് ഈ ഒരു ടൗൺ ബിൽഡ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം കുന്നും മലനിരകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് വടക്കാഞ്ചേരി കാണാനായിട്ട്. ഏകദേശം 16ഓളം പബ്ലിക് ബിൽഡിങ്സ് ഉണ്ട് വടക്കാഞ്ചേരിയിൽ. റെയിൽവേ സ്റ്റേഷൻ ഉണ്ടെന്നുള്ളത് ഈ ഒരു മുനിസിപ്പൽ ടൗണിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. ബസ് സ്റ്റാൻഡ് ഉണ്ട്. 16ഓളം പബ്ലിക് ബിൽഡിങ്സ് ഉണ്ട് ഇൻഫ്ര നമ്മൾ നോക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ കോളേജസ് ഉണ്ട്. 3 കോളേജസ് ഉണ്ട്. ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലായാലും കമേഴ്ഷ്യൽ പ്രസൻസിലായാലും ഒക്കെ വടക്കാഞ്ചേരി നല്ലൊരു ടൗൺ തന്നെയാണ്. തൃശ്ശൂർ ജില്ലയിലെ ടൗണുകളുടെ ഈ ഒരു റാങ്കിങ് ചെയ്യാനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ഫാക്ടേഴ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് ഒക്കെ പരിശോധിക്കുമ്പോൾ വടക്കാഞ്ചേരിക്കും ചാവക്കാടിനും 1 പോയിൻ്റ് മാത്രം വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. ചാവക്കാടിന് 206 പോയിൻ്റ് കിട്ടിയെങ്കിൽ വടക്കാഞ്ചേരിക്ക് കിട്ടിയത് 207 പോയിൻ്റാണ്. ഇനി 215 പോയിൻറ്റുമായിട്ട് 5ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ഗുരുവായൂർ ടൗണാണ്. നമുക്കറിയാം ഗുരുവായൂരും ചാവക്കാടും കുന്നംകുളം തൊട്ടടുത്ത് കിടക്കുന്ന 10-15 മിനിറ്റ് വ്യത്യാസത്തിൽ മാത്രം യാത്ര ചെയ്താലെത്തുന്ന ടൗണുകളാണ്. തൊട്ടടുത്താണ് ഈ ടൗണുകളെല്ലാം ഉള്ളത്. ഗുരുവായൂരത്തെ ജനസംഖ്യ 29,700 ആണ്. അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ജനസംഖ്യയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. 2025 29,700 ആണ് ജനസംഖ്യ വരുന്നത്. ഏരിയ 29.6 സ്ക്വയർ കിലോമീറ്റേഴ്സാണ്. ഗുരുവായൂരിന് പോയിൻ്റ് കൂടാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അവിടെ റെയിൽവേ സ്റ്റേഷനുണ്ട്. പിന്നെ 2 ബസ് സ്റ്റാൻഡുണ്ട്. KSRTC ബസ് സ്റ്റാൻഡും ഉണ്ട്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും ഉണ്ട് ഗുരുവായൂർ. പിന്നെ പബ്ലിക് ബിൽഡിങ്സ് നമ്മൾ കണക്കിലെടുക്കുകയാണെങ്കിൽ 14 എണ്ണം ഉണ്ട്. പിന്നെ കോളേജസ് ഉണ്ട്. ഹെൽത്ത് കെയർ ഫെസിലിറ്റി നല്ലോണം ഉണ്ട്. കമേഴ്സ്യൽ പ്രസൻസ് ഉണ്ട് ഗുരുവായൂർ. അത്യാവശ്യം തിയേറ്ററുകളും ഓഡിറ്റോറിയങ്ങളും എല്ലാം ഉള്ള ഒരു ടൗണാണ് ഗുരുവായൂർ. 271 പോയിൻ്റായിട്ട് 4ാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ഇരിഞ്ഞാലക്കുട ടൗണാണ്. ഇരിഞ്ഞാലക്കുടയിലെ ഏകദേശ ജനസംഖ്യ 41,000 ആണ് 2025. 11.24 സ്ക്വയർ കിലോമീറ്റർ ഉള്ളത്. 2 സ്റ്റേറ്റ് ഹൈവേ കടന്നു പോകുന്ന ടൗണാണ് ഇരിഞ്ഞാലക്കുട. പിന്നെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് ഇരിഞ്ഞാലക്കുട. കല്ലേറ്റുംകരയാണ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ പബ്ലിക് ബിൽഡിങ്സ് ഒരുപാടുണ്ട്. 24 എണ്ണമാണ് ഇരിഞ്ഞാലക്കുടയിലുള്ളത്. അതുപോലെ തന്നെ 2 കോളേജ് ഉണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം ക്രൈസ്റ്റ് കോളേജ് ഇരിഞ്ഞാലക്കുടയാണ്. പിന്നെ സെൻറ്റ് ജോസഫ് കോളേജ് ഉണ്ട്. പിന്നെ ഹെൽത്ത് കെയർ ഫെസിലിറ്റി ആണെങ്കിൽ അത്യാവശ്യം നല്ല ഹോസ്പിറ്റൽസൊക്കെ ഉള്ള സ്ഥലമാണ് ഇരിഞ്ഞാലക്കുട. കമേഴ്സ്യൽ പ്രസൻസും ഉണ്ട് അത്യാവശ്യം. ചെറിയ ഷോപ്പിംഗ് മാൾസ്, തിയേറ്റർ കോംപ്ലക്സ് എല്ലാം ഉണ്ട്. പിന്നെ ബിഗ് മാനുഫാക്ചറിങ് കമ്പനീസ് 2 എണ്ണം ഇരിഞ്ഞാലക്കുടയിലുണ്ട്. ഇരിഞ്ഞാലക്കുട ടൗണിൻ്റെ ഒരു ഫുൾ വീഡിയോ നമ്മൾ മുൻപ് ഈ ഒരു ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളീ പോകുന്ന റോഡ് ഉണ്ടല്ലോ, ഇത് ഡാണാവിൽ നിന്ന് ഇരിഞ്ഞാലക്കുട ബസ് സ്റ്റാൻഡിൻ്റെ അവിടേക്കുള്ള റോഡാണ്. ഇത് പണ്ടത്തെ കാലത്ത് പണിതിട്ടുള്ള റോഡാണ്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം. ഇതൊക്കെയാണ് ഇരിഞ്ഞാലക്കുടയുടെ ഭംഗി എന്ന് പറയുന്നത്. ഇതാണ് ഇരിഞ്ഞാലക്കുട ബസ് സ്റ്റാൻഡ്. അത്യാവശ്യം കണക്ടിവിറ്റി ഉള്ള ഒരു ടൗൺ കൂടി, വലിയൊരു ടൗൺ കൂടിയാണ് ഇരിഞ്ഞാലക്കുട. പിന്നെ നമ്മൾ ഇരിഞ്ഞാലക്കുട ടൗണിൽ നിന്ന് ചാലക്കുടി റൂട്ടിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ കാണാം റോഡ് സൈഡിലുള്ള വീടുകളും ബിൽഡിങ്സൊക്കെ. നമ്മൾ ടൗണ് കണ്ട പോലെയല്ല. ഈ വീടും ബിൽഡിങ്സൊക്കെ വളരെ പുതിയ രീതിയിൽ പണിതിട്ടുള്ള ബിൽഡിങ്ങുകളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. ഇരിഞ്ഞാലക്കുടയ്ക്ക് 271 പോയിൻ്റ് ആണെങ്കിൽ തൊട്ട് മുന്നിലായിട്ട് 273 പോയിൻ്റാണ് കുന്നംകുളത്തിന് കിട്ടിയിട്ടുള്ളത്. കുന്നംകുളമാണ് 3ാം സ്ഥാനത്ത് വരുന്നത്.
ഇതാ കുന്നംകുളം ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത്. വളരെ ഭംഗിയുള്ളൊരു ബസ് സ്റ്റാൻഡാണ് കുന്നംകുളം ബസ് സ്റ്റാൻഡ്. ഈ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റിനെ കുറിച്ച് ഞാൻ ഒരുപാട് തവണ സോഷ്യൽ മീഡിയയിൽ പരാമർശിച്ചിട്ടുള്ളതാണ്. കുറേ തവണ നമ്മൾ ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല മഴയത്താണ് ഇവിടെ വന്നത്. ഇതാണ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ടൗണിലെ ഹൈവേയിലേക്ക് പോകുന്ന റോഡ്. നമ്മൾ ഇതുവരെ കണ്ടിരുന്ന ടൗണുകൾ പോലെയല്ല കുന്നംകുളം. പോപ്പുലേഷൻ തന്നെ 78,000 ഉണ്ട്. പിന്നെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ലാർജസ്റ്റ് ഏരിയ വരുന്നത് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്ന ടൗണുകളിലെ ഏറ്റവും വലിയ ഏരിയ കുന്നംകുളത്താണ്. 34.18 സ്ക്വയർ കിലോമീറ്റർ ഉണ്ട് കുന്നംകുളം ടൗൺ. അതിൻ്റെ പരിസര പ്രദേശങ്ങളൊക്കെ 2 സ്റ്റേറ്റ് ഹൈവേ കടന്നു പോകുന്ന സ്ഥലമാണ് കുന്നംകുളം ടൗൺ. പിന്നെ ഇൻഫ്ര നോക്കുകയാണെങ്കിൽ പബ്ലിക് ബിൽഡിങ്സ് 17 എണ്ണം ഉണ്ട്. ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഉണ്ട്. വലിയ ബസ് സ്റ്റാൻഡാണ് നമ്മൾ നേരത്തെ കണ്ടത്. അതിൽ തന്നെയാണ് പല KSRTC ബസ്സുകളും പോകുന്നത്. കമേഴ്ഷ്യൽ പ്രസൻസ് 3 എണ്ണം ഉണ്ട്. പിന്നെ ഹെൽത്ത് കെയർ ആണെങ്കിൽ 6. ഒരുപാട് ഹെൽത്ത് കെയർ ഫെസിലിറ്റി ഉള്ള, അതായത് ഒരുപാട് ഹോസ്പിറ്റൽസൊക്കെ ഉള്ള സ്ഥലമാണ് കുന്നംകുളം. പിന്നെ 3 വലിയ കോളേജുകളുണ്ട്. പിന്നെ ഒരുപാട് റീറ്റെയിലൊക്കെ ഒരുപാട് ബിസിനസ്സുകൾ നടക്കുന്ന സ്ഥലമാണ് കുന്നംകുളം. അങ്ങനെ 2ാം സ്ഥാനത്ത് വരുന്ന പട്ടണത്തിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കൊടുങ്ങല്ലൂരാണ് 2ാം സ്ഥാനത്ത് വരുന്നത്. ഏകദേശമല്ല 290 പോയിൻറ്റുകളാണ് കൊടുങ്ങല്ലൂരിന് കിട്ടിയിട്ടുള്ളത്. പോപ്പുലേഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്ന ടൗണുകളിൽ ഏറ്റവും കൂടുതൽ കൊടുങ്ങല്ലൂരാണ്. 86,000 ആണ് അപ്രോക്സിമേറ്റ് പോപ്പുലേഷൻ 2025. ഏരിയ നോക്കുകയാണെങ്കിൽ 29.24 സ്ക്വയർ കിലോമീറ്റേഴ്സ്. പൻവേൽ കന്യാകുമാരി ഹൈവേ NH 66 കടന്നു പോകുന്ന ടൗണാണ് കൊടുങ്ങല്ലൂർ. കോട്ടപ്പുറം പാലം ഒക്കെ അടക്കം 3 ബ്രിഡ്ജുണ്ട്, വലിയ ബ്രിഡ്ജുണ്ട് കൊടുങ്ങല്ലൂർ. പിന്നെ ഫ്ലൈ ഓവർ വരുന്നുണ്ട്, ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബസ് സ്റ്റാൻഡ് ഉണ്ട്. ഇൻഫ്രാസ്ട്രക്ചറിൽ ബിൽഡിങ്സ്, അതായത് പബ്ലിക് ബിൽഡിങ്സ് നോക്കുകയാണെങ്കിൽ 14 എണ്ണം ഉണ്ട്. ഹെൽത്ത് കെയർ നോക്കുകയാണെങ്കിൽ നല്ല ഹോസ്പിറ്റൽസൊക്കെ ഉള്ള സ്ഥലമാണ് കൊടുങ്ങല്ലൂർ. കമേഴ്ഷ്യൽ പ്രസൻസ് നോക്കുകയാണെങ്കിൽ 2 വലിയ മാളുണ്ട്. പിന്നെ സിനിമാ തിയേറ്റേഴ്സ് ഒരുപാടുണ്ട്. വലിയ റിവർ. അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് പുരോഗമന സാധ്യതയുള്ള ഒരു ടൗൺ തന്നെയാണ് കൊടുങ്ങല്ലൂർ. പിന്നെ നമുക്കറിയാം കൊടുങ്ങല്ലൂർ പറവൂർ ബെൽറ്റ് ഒരുപാട് ജനസാന്ദ്രതയുള്ള ഏരിയയാണ്. അതുപോലെ തന്നെ വളരെയധികം രീതിയിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. പിന്നെ അഴീക്കോട്, മുനമ്പം ഒക്കെ തൊട്ടടുത്താണ്. പിന്നെ എറണാകുളത്തേക്ക് ഇപ്പം NH 66 വന്നു കഴിഞ്ഞാൽ എറണാകുളത്തേക്കുള്ള റീച്ചബിലിറ്റി എന്ന് പറയുന്നത് വളരെ ഈസി ആയിരിക്കും. എനിക്ക് തോന്നുന്നു ഒരു 40 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് കൊടുങ്ങല്ലൂരിൽ നിന്ന് എറണാകുളത്ത് എത്താൻ പറ്റും. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഭാവിയിൽ ഒരു പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റി ആയിട്ട് തന്നെ വളരാൻ സാധ്യതയുള്ളൊരു ടൗണാണ് കൊടുങ്ങല്ലൂർ. ഇഷ്ടംപോലെ പുഴകളുണ്ട്, പാലങ്ങൾ, ഇനിയിപ്പോൾ ഫ്ലൈ ഓവേഴ്സ് വരുന്നു. ഈ കോട്ടപ്പുറം ഭാഗമൊക്കെ ശരിക്കും വികസിപ്പിച്ച് കഴിഞ്ഞാൽ ഒരുപാട് വേണമെങ്കിൽ വിനോദസഞ്ചാര കേന്ദ്രത്തിനൊക്കെ പറ്റുന്നൊരു സ്ഥലം തന്നെയാണ് കോട്ടപ്പുറം പാലമുള്ള ഏരിയയൊക്കെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ്പാൻഡ് ചെയ്യാനും നന്നായിട്ട് പറ്റും. കാരണം അഴീക്കോട്, മുനമ്പം ഹാർബറൊക്കെ ഇവിടെ എടുത്ത് തന്നെയാണ്. ഇപ്പം അഴീക്കോട് നിന്ന് മുനമ്പത്തേക്കൊരു വലിയ പാലം വരുന്നുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഭാവിയിൽ തന്നെ എറണാകുളം മെട്രോപൊളിറ്റൻ ഏരിയയോട് എടുത്ത് നിൽക്കുന്നൊരു ടൗൺ എന്ന രീതിയിൽ വലിയ രീതിയിൽ വികസന സാധ്യതയുള്ളൊരു സ്ഥലം തന്നെയാണ് കൊടുങ്ങല്ലൂർ. പോയിൻറ്റുമായിട്ട് 1ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് ചാലക്കുടി ടൗണാണ്. ചാലക്കുടിയിലെ പോപ്പുലേഷൻ, അപ്രോക്സിമേറ്റ് പോപ്പുലേഷൻ 2025 69,000 സ്ക്വയർ കിലോമീറ്റേഴ്സ് 25.23 ഏരിയ വരുന്നത്. NH 544, അതായത് ഒരു നാഷണൽ ഹൈവേയും ബാക്കി 3 സ്റ്റേറ്റ് ഹൈവേയും കടന്നു പോകുന്ന ഒരു ടൗണാണ് ചാലക്കുടി. തൃശ്ശൂർ ജില്ലയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ് ചാലക്കുടിയിലുള്ളത്. പിന്നെ ചാലക്കുടിയുടെ വേറെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് ഏറ്റവും വേഗത്തിലെത്താവുന്ന തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള മുനിസിപ്പൽ ടൗണാണ് ചാലക്കുടി. ചാലക്കുടിയിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും KSRTC ബസ് സ്റ്റാൻഡും ഉണ്ട്. കേരളത്തിൽ തിരുവനന്തപുരം ഭാഗത്തേക്കും കാസർഗോഡ് ഭാഗത്തേക്കും പിന്നെ തൊടുപുഴ പോലുള്ള ഭാഗങ്ങളിലേക്കും അതുപോലെ തന്നെ പാലക്കാട്, കോയമ്പത്തൂർ ഭാഗത്തേക്കൊക്കെ ഡയറക്റ്റായിട്ട് ബസ് കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് ചാലക്കുടി. അതുകൊണ്ട് തന്നെ കണക്ടിവിറ്റി ഏറ്റവും കൂടുതലുള്ള മുനിസിപ്പൽ ടൗൺ ഒരു പക്ഷേ ചാലക്കുടി ആയിരിക്കാം. 15ഓളം പബ്ലിക് അണ്ടർടേക്കിങ്ങിൽ വരുന്ന ബിൽഡിങ്സ് ചാലക്കുടിയിലുണ്ട്. ബ്രിഡ്ജസായിട്ടും ഫ്ലൈ ഓവേഴ്സായിട്ടും 4 എണ്ണം ഉണ്ട്. അതിൽ കൂടുതലുണ്ടാവും. ഇപ്പം വേറെ ഫ്ലൈ ഓവേഴ്സിൻ്റെയൊക്കെ വർക്കുകൾ ആ ഏരിയയിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലും നല്ല ഹോസ്പിറ്റൽസ് എല്ലാം ചാലക്കുടിയിലുണ്ട്. കമേഴ്ഷ്യൽ പ്രസൻസ് ആണെങ്കിൽ ഓഡിറ്റോറിയങ്ങൾ, ചെറിയ ഷോപ്പിംഗ് മാൾസ്, അതുപോലെ തന്നെ ഒത്തിരി സിനിമാ തിയേറ്ററുകളൊക്കെ ഉള്ള സ്ഥലമാണ് ചാലക്കുടി. പിന്നെ നമുക്കെല്ലാവർക്കും അറിയാം വാട്ടർ തീം പാർക്കൊക്കെ ഉള്ള സ്ഥലം കൂടിയാണ് ചാലക്കുടി.
തൃശ്ശൂർ ജില്ലയിലെ ടൗണുകളിൽ ചാലക്കുടി ഒന്നാമതെത്തിയത് മറ്റുള്ള ടൗണുകളെക്കാളും വലിയൊരു ടൗൺ ആയതുകൊണ്ടൊന്നുമല്ല. ചാലക്കുടിക്ക് ഇത്രയും പോയിന്റ് കിട്ടാനുള്ള ഒരു പ്രധാന കാരണം ചാലക്കുടിയിൽ ഇൻഫർമേഷൻ ടെക്നോളജി പാർക്കുണ്ട്, ഇൻഡസ്ട്രിയൽ ഏരിയ ഉണ്ട്, സെസ് ഉണ്ട്. ഇതുപോലുള്ള ഒരുപാട് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് പരിഗണിച്ചിട്ടാണ് നമ്മൾ ഈ റാങ്കിങ് നടത്തിയിട്ടുള്ളത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ടൗണിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ കൊടുത്ത വെയിറ്റേജ് എന്ന് പറയുന്നത് 10 അവിടെ നമ്മൾ 10 കൊണ്ട് ഒന്നിനെ ഗുണിച്ചിട്ട് ഒരു വെയിറ്റേജ് കൊടുക്കും, അതായത് 10. ആ 10 ആയിരിക്കും റെയിൽവേ സ്റ്റേഷൻ്റെ വെയിറ്റേജ്. അങ്ങനെ പല പാരാമീറ്റേഴ്സിനും വെയിറ്റേജ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ റാങ്കിങ് ചെയ്തത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.